ഇപ്പോൾ ഡെയിലി ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് E20 പെട്രോൾ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. നമ്മുടെ വണ്ടിയിൽ അടിക്കുന്ന E20 പെട്രോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ആദ്യം കരിമ്പ്, ചോളം, എത്തനോൾ പ്ലാന്റുകളിൽ എത്തിക്കും. അവിടെ വെച്ച് ഇവ നന്നായി പ്രോസസ് ചെയ്തെടുക്കും. ഇതിലേക്ക് കുറച്ച് എൻസൈമുകൾ ചേർക്കും. ഈ എൻസൈമുകൾ ധാന്യങ്ങളിലുള്ള സ്റ്റാർച്ചിനെ പഞ്ചസാരയാക്കി മാറ്റും. ഈ ലായനി പിന്നീട് വലിയ ടാങ്കുകളിലേക്ക് മാറ്റും. അതിലേക്ക് ഈസ്റ്റ് ചേർക്കുമ്പോൾ അത് പഞ്ചസാരയെ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ ആക്കി മാറ്റും. പക്ഷേ ഈ കിട്ടുന്ന എത്തനോൾ നേരിട്ട് വണ്ടികളിൽ ഒഴിക്കാൻ പറ്റില്ല. ഇതൊരു ഡിസ്റ്റിലേഷൻ യൂണിറ്റിലേക്ക് മാറ്റി പ്യുവറായ എത്തനോൾ വേർതിരിച്ചെടുക്കും. ശേഷം ഡീഹൈഡ്രേഷൻ ടെക്നോളജി വഴി ഇതിലുള്ള വെള്ളത്തിന്റെ അംശം പൂർണ്ണമായും ഒഴിവാക്കും. അങ്ങനെ വണ്ടിക്ക് ഒഴിക്കാൻ പറ്റുന്ന ഫ്യൂവൽ ഗ്രേഡ് എത്തനോൾ റെഡിയാകും. ഏകദേശം 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കാൻ 3 മുതൽ 5 ലിറ്റർ വരെ വെള്ളം വേണം. തീർന്നില്ല, ഇനി ഈ കിട്ടിയ എത്തനോൾ ടാങ്കുകൾ വഴി നേരെ ഓയിൽ റിഫൈനറികളിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം നടക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ 20% എത്തനോളും 80% പെട്രോളും കൃത്യമായ അളവിൽ മിക്സ് ചെയ്യും. ഈ മിശ്രിതത്തെയാണ് നമ്മൾ E20 പെട്രോൾ എന്ന് വിളിക്കുന്നത്. ഇത് പിന്നീട് പെട്രോൾ പമ്പുകളിൽ എത്തുന്നു. അവിടെ നിന്നും നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ E20 പെട്രോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നുള്ള മനസ്സിലായല്ലോ അല്ലേ.